ഇന്ന് നമ്മൾ പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കൊരു യാത്ര പോവുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ പെൺകുട്ടി രാജ്ഞിയായി മാറി. എന്നിട്ട് സ്വന്തം ജനതയെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തി. ആ എസ്തേർ രാജ്ഞിയുടെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എസ്തേർ രാജ്ഞി ജനതയുടെ സംരക്ഷക എന്ന രേഖയാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആശയങ്ങളൊക്കെ വേർതിരിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയാണ് എസ്തേർ രാജ്ഞിയായത്? പിന്നെ ആ പദവി ഉപയോഗിച്ച് ഒരു വലിയ കൂട്ടക്കൊല തടഞ്ഞത്? അതിന്റെ ഓർമ്മകളൊക്കെ ഇന്നും എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു? ഇതൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും. നമുക്ക് എസ്തേറിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അവളൊരു അനാഥയായ യഹൂദ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ബന്ധുവായ മൊർദെഖായിയാണ് അവളെ വളർത്തിയത്. യഹൂദ പാരമ്പര്യങ്ങൾ, അവരുടെ ചരിത്രം, അതൊക്കെ നന്നായി പഠിപ്പിച്ചു കൊടുത്തു. അവർ ജീവിച്ചിരുന്നത് അന്നത്തെ പേർഷ്യൻ തലസ്ഥാനമായ സൂസനിലായിരുന്നു. അതെ. അപ്പോ അഹശ്വേരോഷ രാജാവ് വസ്തിരാജ്ഞിയെ പുറത്താക്കിയ ശേഷം പുതിയൊരു രാജ്ഞിയെ തിരയുന്ന സമയത്താണ് പല പെൺകുട്ടികളിൽ നിന്നും എസ്തേറിന്റെ ആ ഒരു സൗന്ദര്യവും പിന്നെ വിവേകവും അത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെയാണ് പേർഷ്യയുടെ രാജ്ഞിയാവുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്. മൊർദെഖായിയുടെ ഉപദേശപ്രകാരം അവൾ തന്റെ യഹൂദ പശ്ചാത്തലം രഹസ്യമാക്കി വെച്ചു. എന്തുകൊണ്ടായിരിക്കാം അത്? അതൊരു പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തീരുമാനം തന്നെയായിരുന്നു. ഒരുപക്ഷേ ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക്, അതും രാജകൊട്ടാരത്തിൽ, നേരിടേണ്ടി വന്നേക്കാവുന്ന ചില പ്രശ്നങ്ങൾ, മുൻവിധികൾ അല്ലെങ്കിൽ അപകടങ്ങൾ, അതൊക്കെ മൊർദെഖായി ഒരുപക്ഷേ മുൻകൂട്ടി കണ്ടിരിക്കാം. ശരി, ഒരു മുൻകരുതലെന്ന നിലയിൽ. അതെ, ഒരു മുൻകരുതൽ. ആ രഹസ്യം പിന്നീട് കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഹാമാൻ വരുന്നത്. രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവായി പെട്ടെന്ന് വലിയ അധികാരവും ശക്തിയുമൊക്കെ കിട്ടി. ഭയങ്കര അഹങ്കാരിയായിരുന്നു അല്ലേ? എല്ലാവരും തന്നെ വണങ്ങണം എന്നൊരു വാശി. അതെ. എന്നാൽ മൊർദെഖായി തന്റെ വിശ്വാസം കാരണം, അതായത് ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഹാമാനെ വണങ്ങാൻ കൂട്ടാക്കിയില്ല. ഇത് ഹാമാന്റെ അഹങ്കാരത്തിന് വലിയൊരു പ്രഹരമായി. അപ്പോ ഈ വ്യക്തിപരമായ ദേഷ്യം അത് പിന്നീട് സാമ്രാജ്യത്തിലെ മുഴുവൻ യഹൂദരെയും ഇല്ലാതാക്കാനുള്ള ഒരു ഭീകരമായ പദ്ധതിയായി മാറി. അയാൾ രാജാവിനെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ യഹൂദരെ ഒരു പ്രത്യേക ദിവസം കൊന്നൊടുക്കാൻ ഒരു ഉത്തരവ് വരെ നേടിയെടുത്തു. അത് വിശ്വസിക്കാൻ പ്രയാസം. ആ ഉത്തരവ് വന്നപ്പോൾ യഹൂദർക്കിടയിൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര ഭീതിയും ദുഃഖവുമായിരുന്നിരിക്കണം. എല്ലായിടത്തും കരച്ചിലും ഉപവാസവുമൊക്കെ. അപ്പോ മൊർദെഖായി എസ്തേറിനെ ഈ വിവരം കൈമാറി. നീ രാജാവിന്റെ അടുത്ത് പോകണം, നമ്മുടെ ജലത്തിനു വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. വിളിക്കാതെ രാജാവിന്റെ മുന്നിൽ പോകുന്നത് മരണശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. എസ്തേറിന് ശരിക്കും പേടി തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായും. ജീവൻ പണയപ്പെടുത്തുന്ന കാര്യമാണ്. വലിയൊരു ധർമ്മസങ്കടം തന്നെ. പക്ഷേ അവിടെയാണ് മൊർദെഖായിയുടെ ആ ചോദ്യം വരുന്നത്. അത് വളരെ പ്രശസ്തമാണ്. ഒരു പക്ഷേ ഇങ്ങനെയൊരു കാലത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ നീ ഈ രാജ്ഞി പദവിയിലെത്തിയത്? ആ വാക്കുകൾ എസ്തേറിന് വലിയൊരു ധൈര്യം കൊടുത്തു. ശരിയാണ്. തനിക്ക് കിട്ടിയ ഈ സ്ഥാനം ഒരു ലക്ഷ്യത്തോടെയാണെന്നുള്ളൊരു തിരിച്ചറിവ്. അതെ. തന്റെ സുരക്ഷിതത്വം മാത്രം നോക്കിയിരുന്നാൽ പോരാ എന്നൊരു ചിന്ത. തുടർന്ന് എസ്തേർ എടുത്ത ആ ഒരു സ്റ്റെപ്പ് അത് ശരിക്കും ധീരമായിരുന്നു. അവൾ സൂസാനിലെ യഹൂദരോടെല്ലാവരോടും പറഞ്ഞു, തനിക്കുവേണ്ടി 3 ദിവസം ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് ഏറ്റവും നല്ല രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അനുവാദമില്ലാതെ രാജാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു, ജീവൻ പണയം വെച്ച്. ആ ഒരു നിമിഷം ഭയങ്കര ടെൻഷൻ നിറഞ്ഞതായിരിക്കും. ഉറപ്പായും എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ടാവും. പക്ഷെ ഭാഗ്യവശാൽ രാജാവ് എസ്തേറിൽ പ്രസാദിച്ചു. തന്റെ സ്വർണ്ണ ചെങ്കോൽ, രാജാധികാരത്തിന്റെ ചിഹ്നം, അതവൾക്ക് നേരെ നീട്ടി. അതൊരടയാളമാണ് സ്വീകാര്യതയുടെ. അതോടവളുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ എസ്തേർ അവിടെയും ഒരു ബുദ്ധി കാണിച്ചു. അതെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവൾ ഉടനെ കാര്യം പറഞ്ഞില്ല. പകരം രാജാവിനെയും കൂടെ ഹാമാനെയും ഒരു വിരുന്നിന് ക്ഷണിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒരു വിരുന്നിന് ക്ഷണിച്ചു. ആ രണ്ടാമത്തെ വിരുന്നിലാണ് കാര്യങ്ങൾ തുറന്നു മറഞ്ഞത്, അല്ലേ? അതെ, വളരെ തന്ത്രപരമായിട്ടാണ് അവൾ അത് ചെയ്തത്. രണ്ടാം വിരുന്നിൽ രാജാവ് വീണ്ടും ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും തരാം. അപ്പോഴാണ് എസ്തേർ തന്റെ യഹൂദ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് പറഞ്ഞു,
എന്നെയും എന്റെ ജനത്തെയും ഒന്നടങ്കം നശിപ്പിക്കാനും കൊല്ലാനും ഉന്മൂലനം ചെയ്യാനും ആരോ വിറ്റിരിക്കുന്നു. ആ ശത്രു, ആ ദുഷ്ടൻ ദാ ഈ ഇരിക്കുന്ന ഹാമാനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഓഹ്, അത് കേട്ടപ്പോൾ ഹാമാന്റെ അവസ്ഥ എന്തായിരിക്കും? രാജാവിന്റെ പ്രതികരണം? രാജാവ് ഞെട്ടിപ്പോയി, ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ഹാമാന്റെ ചതി മനസ്സിലായപ്പോൾ ഉടൻ തന്നെ അവനെ വധിക്കാൻ ഉത്തരവിട്ടു. അതും എവിടെയാണെന്നോ? മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഹാമാൻ തന്നെ ഉണ്ടാക്കിവെച്ച അതേ കഴുമരത്തിൽ. അവിശ്വസനീയം. അർഹിക്കുന്ന ശിക്ഷ. അതെ. പിന്നെ എസ്തേറിന്റെ അഭ്യർത്ഥന മാനിച്ച് യഹൂദർക്കെതിരെ വന്ന ആ പഴയ ഉത്തരവ് റദ്ദാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ യഹൂദർക്ക് സ്വയം പ്രതിരോധിക്കാനും ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാനും അനുമതി നൽകി പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ ആ നിശ്ചിത ദിവസം യഹൂദർ ശത്രുക്കളെ പരാജയപ്പെടുത്തി അവർ രക്ഷപ്പെട്ടു. ശരിക്കും ഒരു സിനിമ പോലെ തോന്നുന്നു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കാണല്ലോ അല്ലേ ഇന്നും പൂരിം എന്ന ആഘോഷം യഹൂദർ കൊണ്ടാടുന്നത്? അതെ, പൂരം എന്ന് പറഞ്ഞാല് അത് വലിയ സന്തോഷത്തിന്റെ, ഒരു രക്ഷപ്പെടലിന്റെ ആഘോഷമാണ്. അവരുടെ സിനഗോഗുകളില്, ആരാധനാലയങ്ങളിലെ ഈ കഥ മുഴുവൻ, എസ്തേറിന്റെ പുസ്തകം അത് വായിക്കും. ഹാമാന്റെ പേര് കേൾക്കുന്ന ഭാഗം എത്തുമ്പോൾ എല്ലാവരും ശബ്ദമുണ്ടാക്കും, ഒരു തരം ബഹളം വെച്ച് പ്രതിഷേധമറിയിക്കും. കുട്ടികളൊക്കെ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടും, പിന്നെ സമ്മാനങ്ങൾ കൈമാറും, പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നടത്തും. അങ്ങനെ വളരെ സന്തോഷകരമായൊരു ഉത്സവം. അപ്പോ എസ്തേറിന്റെ ഈ കഥയിൽ നിന്ന് നമ്മൾ കണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ അസാധാരണമായ ധൈര്യം. പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യങ്ങൾ വളരെ വിവേകത്തോടെ തന്ത്രപരമായി കൈകാര്യം ചെയ്ത രീതി. ശരിയാണ്. ഒരാളുടെ ധീരമായ നിലപാട് ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ രക്ഷിക്കാമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന്. പിന്നെ ആ ചരിത്രത്തെ ഓർമ്മിക്കുന്ന പൂരിമാഘോഷം. തീർച്ചയായും. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. സ്വന്തം സുരക്ഷയേക്കാൾ വലുതായി മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി, അല്ലെങ്കിൽ നീതിക്കു വേണ്ടി നിലകൊള്ളാൻ ഒരു വ്യക്തിക്ക് ആ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ശരിയെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? എസ്തേറിന്റെ ആ തീരുമാനം ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു?